ചേച്ചി വേടന്റെ ഒരു വിഷയം നമ്മുടെ ഇപ്പൊ ഈ ഒരു കേരളത്തിൽ വളരെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. വേടനെ ചേച്ചി നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. അപ്പം നിങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടോ, അതോ ചേച്ചി ഇങ്ങനെ വേടനെ ഇത്ര സപ്പോർട്ട് ചെയ്യാൻ കാരണം? സുഹൃത്താണ്, പക്ഷെ സുഹൃത്തായതുകൊണ്ടല്ല, വേടന്റെ ഭാഗത്ത് നീതി ലഭിക്കേണ്ട ഇടങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എക്കാലവും തുടരും. വേടന്റെ കലയോടുള്ള ആ ഒരു ഇതും, അത് വേടൻ പറയുന്ന രാഷ്ട്രീയം, എല്ലാ കലാകാരെയും ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. വേടൻ കലാകാരനായതുകൊണ്ടുമല്ല. വേടൻ കലാകാരനായ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ സപ്പോർട്ടിൻ്റെ പരിഗണനയ്ക്കും അപ്പുറത്ത് വളർന്ന വ്യക്തിയാണ്. എൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വന്നയാളാണ്. ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. വേടനോട് ഒരു ഭരണകൂട ഭീകരത എവിടെ ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അടയ്ക്കപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഞാൻ ശബ്ദം എടുത്തിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ മഹാരാഷ്ട്രയിൽ നിന്നുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കേരളത്തിലോട്ട് വരാനും ഇപ്പം എനിക്ക് വെക്കേഷൻ കുറച്ചുകൂടെ ദിവസം എൻ്റെ എക്സാമൊക്കെ തീരുന്നതിന് മുമ്പേ ഞാനിവിടെ എത്തുകയും ചെയ്തു. അതിൽ എൻ്റെ അവസാനിപ്പിച്ച് വേഗം വരികയും ചെയ്തു. ഇവിടെ നിന്നത് പറയണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ടൈമിന് മാത്രം വരാനിരുന്നയാളാണ്. വേടനുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ഒരു സെലിബ്രിറ്റി ആയ ശേഷമാണോ, അതോ അതിന് മുൻപേ നിങ്ങൾ തമ്മിൽ സൗഹൃദമാണോ? നിങ്ങളുടെ ആ ഒരു സൗഹൃദത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഞങ്ങൾ സാഹോദര്യം എന്ന് പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് നല്ലത്. ഒരു സാഹോദര്യ ബന്ധം ആണ് ഉണ്ടാകുന്നത്. റേഡിയോ മലയാളം അവർക്ക് വേടൻ്റെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അതായത് വേടൻ്റെയും എൻ്റെയും കൂടെ ഒരു കോംബോ ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് വേടൻ ഈ മറ്റേ അദ്ദേഹത്തിൻ്റെ റാപ്പ് ചെയ്ത് വളരെ ഹിറ്റായി, ഈ നീ തമ്പുരാനല്ലാണേലൊരു എന്നുള്ള പാട്ട്, അത് ആ സമയത്ത് അപ്പോഴത്തേക്ക് എൻ്റെ പാട്ട് ഇവിടെ റിലീസായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രണ്ടിനും കൂടി ഒരു കോംബോ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് എനിക്ക് നമ്പർ ഇട്ട് തരുന്നത്. വേടൻ്റെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് ചെയ്തു തരാമോ? അവർ വിളിച്ചിട്ട് വേടനെ കിട്ടുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് എന്നെ അറിയില്ല, മാത്രമല്ല അദ്ദേഹം ഒന്ന് ശരിക്കും ഭയങ്കര സ്റ്റാർ വാല്യൂവിൽ നിൽക്കുക. ഇപ്പോഴത്തെ ആ വേടൻ്റെ സ്റ്റാർ വാല്യൂ അല്ല, എങ്കിൽ തന്നെയും ഒട്ടും കുറവല്ലാത്ത രീതിയിലായിരുന്നു. വേടനെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു ഇതൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കപ്പോൾ ഇഷ്ടമായിരുന്നു വേടനെ, ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട്, ഇദ്ദേഹത്തിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം, പരിചയപ്പെടണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫാനായിരുന്നു അന്ന്. അപ്പം പക്ഷേ എന്നെ അറിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇതുണ്ടായിരുന്നു. ഇപ്പം വരുന്ന പോലെ വേടൻ്റെ ഇൻ്റർവ്യൂകളൊന്നും അങ്ങനെ വന്നു. ഇപ്പോൾ വേടൻ്റെ പൊളിറ്റിക്സൊക്കെ നമുക്കറിയാം, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച ഉടനെ തന്നെ ആ മൃദുലേച്ചിയെന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു അംഗീകാരമായിരുന്നു. അദ്ദേഹത്തെ പോലൊരു കലാകാരൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. പിന്നെ നിങ്ങളെ ആരാ അറിയാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നെ ചോദിച്ചാൽ എൻ്റെ നമ്പരൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലേ എന്ന്. അപ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നി. പറഞ്ഞു ഇല്ല, ട്രൂ കോളറിനകത്ത് കണ്ടതാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ മൃദുലേച്ചിയാണ് എന്നും ഞാൻ ഈ പൊളിറ്റിക്സ് പറയുന്ന ആളാണെന്നും അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആരവങ്ങളുടെ ഇടയിൽ നിന്നാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് റേഡിയോ മലയാളം വിളിച്ചിട്ട് കിട്ടിയുമില്ല, ഞാൻ വിളിച്ചപ്പോൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അതിലൊരു സന്തോഷം തോന്നി. അതിൽ തന്നെ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു മണം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം നമ്മളെ രണ്ടുപേരെയും കൂടി വെച്ചുകൊണ്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ നമുക്ക് ചെയ്യാമല്ലോ എന്നാണ് അദ്ദേഹം ഒരു ഉറപ്പ് പറഞ്ഞു. ഞാൻ ചേച്ചി തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ട്രക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രോഗ്രാം വർക്കായില്ല. അത് എന്തോ സാങ്കേതിക തടസ്സം, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് റേഡിയോ മലയാളത്തിൻ്റെയാണ്. പിന്നീട് റേഡിയോ മലയാളത്തിൽ നിന്ന് എനിക്കൊരു വിളി ഉണ്ടായില്ല. ഞാനോട്ട് തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചുമില്ല, അദ്ദേഹം എന്നെ തിരിച്ച് വിളിച്ചോളാമെന്നാണ്. അതാണ് ശരിക്കും ഞങ്ങളുടെ ഒരു സൗഹൃദം സ്റ്റാർട്ട്. പക്ഷേ അതവിടെ അങ്ങ് നിർത്തി. പിന്നെ പാട്ടിഷ്ടമുള്ള മനുഷ്യരല്ലേ, പാട്ടിൻ്റെ ചില വശങ്ങൾ എനിക്കറിയാവുന്ന പാട്ടിൻ്റെ ശാഖകൾ, അദ്ദേഹത്തിന് അറിയാവുന്ന പാട്ടിൻ്റെ ശാഖകളും ഒക്കെ പിന്നീട് സ്വാഭാവിക ഒരു ഇതുണ്ടായി. ഓക്കെ, ഞാൻ കൂടുതലും അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തൊന്നുമല്ല ഞങ്ങൾ, പക്ഷെ ഒരു ആത്മബന്ധമുണ്ട്, ഒരു ബോണ്ടുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരോടും ഒരു മനുഷ്യർക്ക് തമ്മിലുണ്ടാകാവുന്നൊരു അതവിടെ തീർന്നു. ഞങ്ങൾക്ക് ഒരു പാട്ടിലൊന്നും അങ്ങനെ പെട്ടെന്ന് ആ ഒരു വർക്ക് പ്രോഗ്രാം നടന്നില്ല. പക്ഷെ പിന്നീട് പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആരും സെലിബ്രിറ്റികളല്ല. അദ്ദേഹം സെലിബ്രിറ്റി ആയുടെ ഭാഗത്തിൽ നിന്നല്ല, ആത്മവേദനകൾ സംസാരിച്ചിട്ടുണ്ട്. ആ ആത്മവേദനകൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയാണ് ഇഷ്ടമാകുന്നത്. ഒത്തിരി ഇഷ്ടമായത് അങ്ങനെ തന്നെയാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് ഒത്തിരി നറേഷൻസ് എനിക്ക് തന്നിട്ടുണ്ട്. ചില സംഗീത ശാഖകളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് വേടനാണ്. വരമ്പത്ത് മുട്ടയിടുന്ന
കിളികളുടെ തമിഴ്നാടൻ ഫോക്ക് സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞതും ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. ഉയ്യോ, ഞാൻ അങ്ങനെ സംസാരിച്ച മ്യൂസീഷ്യന്മാരിൽ അദ്ദേഹം ഒരു പവർ പാക്കാണ് ആ രീതിയിൽ. അതായത് കമ്പോസ് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്, അത് അവതരിപ്പിക്കാറുണ്ട്, റിഥമുണ്ട്, ബോഡി ലാംഗ്വേജിൽ അത് ചെയ്യുന്നു. ആ ഒരു ലെവലിൽ ഒരുപാട് നോളജ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരുപാട് പ്രായത്തിലൊക്കെ ഒരുപാട് കുറവാണ്. ആ സമയത്തൊക്കെ 25 24 വയസ്സൊക്കെ 26 വയസ്സൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ അവരുടെയൊക്കെ അറിവ് അതിശയിപ്പിച്ചു. ഞാൻ അതേ സമയത്തൊക്കെ തന്നെയാണ് പ്രഗ്യാപല്ലവിയെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ഇവർക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ എന്തുമാത്രം അറിവ്, അവരങ്ങ് തിരക്കി പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കൊച്ചു പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ എന്ത് വിചാരിക്കാം, അങ്ങനെയല്ല അങ്ങനെയല്ല അവർക്കൊക്കെ എന്തുമാത്രമാണ് അറിവ് എന്ന് നമുക്കറിയാത്ത ഒത്തിരി ശാഖകൾ അറിയാമല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രെയിമിലൊന്നും കെട്ടിയിടാവുന്ന ഒരാളല്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സൗഹൃദം. പിന്നെ ഈ വേടന്റെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ വേടന് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അതോടൊപ്പം തന്നെ വേടന്റെ ഒരു പഴയ മീറ്റു കേസ് ഇതിനോടൊപ്പം വന്നു. അപ്പൊ അതിനകത്ത് ശരിക്കും ചേച്ചി അതേക്കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല. കാരണം പൊതുവെ ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാള്, അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ളൊരു ഇതും കൂടെ ചേച്ചിക്ക് ഒരു ഇതുള്ള സ്ഥിതിക്ക് ചേച്ചി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു ഏകപക്ഷീയമായി പോയോ, അതിനെക്കുറിച്ച് ചേച്ചി ഒന്ന് പറയാം. ചേച്ചി എന്തുകൊണ്ടാണ് ഞാനൊരു കാര്യം ചേച്ചിയുടെ പെർമിഷനോടെ ഞാനങ്ങ് പറയുകയാണേ. അപ്പൊ ചേച്ചി ഒരു മീറ്റു അഡ്രസ് ചെയ്ത ഒരാളാണ്. അപ്പൊ അത് നമുക്കിപ്പോൾ അത് സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരാള് ഈ ഒരു മീറ്റു ഉള്ള വേടനെ ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് അതേക്കുറിച്ച് ചേച്ചി ഒന്നും സംസാരിച്ചില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ? ഷീബയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഞാൻ മീറ്റു അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് തന്നെ അഡ്രസ്സ് ചെയ്യുന്നത്. അഡ്രസ്സൊന്നും ചെയ്യാതിരുന്നിട്ടില്ല. അതല്ലാതെ ഒരു കടന്നു വരുന്ന എല്ലാ മീറ്റുവിനും കൈയടിക്കുന്ന ആളല്ല. ഓക്കെ. അതായത് മീറ്റു എന്ന് പറയുന്ന ആശയത്തെ എക്കാലവും കൈയടിക്കുകയും മീറ്റുവിൻ്റെ പേരിൽ വരുന്ന കള്ളനാണയങ്ങളാണെങ്കിൽ അതിനെയും തിരിച്ചു പറയുന്നുണ്ട്. പിന്നെ ഫെമിനിസ്റ്റിൻ്റെ റോളാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനകത്ത് ഫീമെയിലും മെന്നും എല്ലാം കൂടെ ചേരുന്നവരാണ്. ഓക്കെ. അപ്പോൾ ക്യൂർ പൊളിറ്റിക്സും എല്ലാം ചേരുന്നതാണ്. മുഴുവൻ ജീവജാലങ്ങളുടെയും ഒരു വിഷയമാണ്. അതൊരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കേണ്ടതല്ല. ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എല്ലാ ഫെമിനിസ്റ്റുകളും മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കണം. ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഏത് മനുഷ്യ കുലത്തിലെ ആർക്കാണ് കൂടുതൽ നീതി നിഷേധം ഉണ്ടാകുന്നത് ആ നീതി നിഷേധത്തിൻ്റെ കൂടെ നിൽക്കണം. അതല്ല ചിലപ്പോൾ ഒരാൾ കുറ്റവാളിയാണ്, ആ കുറ്റവാളിക്ക് കിട്ടേണ്ട നീതി കൊടുക്കുകയില്ല. ആ കുറ്റവാളിയെ ഞാൻ അങ്ങോട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ക്രൂസിഫൈ അങ്ങ് കുരിശിലേറ്റും, അങ്ങനൊന്നും ഫെമിനിസം പറയുന്നേ ഇല്ല. നന്നായി ഫെമിനിസം പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ധാര തന്നെയാണത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേടൻ്റെ വിഷയത്തിനകത്ത് വേടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. വേടൻ്റെ മീറ്റു അഡ്രസ്സ് ചെയ്ത വ്യക്തികളുണ്ട്. അവർക്കെതിരെ ഞാൻ തിരിഞ്ഞതായിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ വ്യക്തമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തു. ഈ സമയത്ത് ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന ആളുകൾക്ക് അവരൊരു സാധനം പഠിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക എന്നാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. വൾണറബിൾ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് അവരുടെ ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയാണ് ഫെമിനിസം വർക്ക് ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു ഘടകം മാത്രമാണ് സ്ത്രീ പുരുഷ തുല്യത. അതിന് സ്ത്രീ പുരുഷ തുല്യത മാത്രമാണ്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനുമായിട്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം എന്നൊന്നും അതിനകത്ത് പറയുന്നില്ല. എബവ് ഓൾ കമ്മ്യൂണൽ ഹാർമണി നശിപ്പിക്കാതെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. നമ്മൾ വിവിധ തരം ഐഡിയോളജി ഉള്ള ആളുകളുമായിട്ട് നമ്മളിത് ഈ ഒരു ഇങ്ങനത്തെ വിഷയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുവാൻ എളുപ്പം ഈ ഫെമിനിസ്റ്റുകൾക്ക് സാധിക്കും. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീയും ഫെമിനിസ്റ്റാണ്, പുരുഷനും ഫെമിനിസ്റ്റാണ്, ക്യൂർ പേഴ്സൺസും ഫെമിനിസ്റ്റുകളാണ്. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കുത്തകയൊന്നുമല്ല. ഓക്കെ. ഇനി വേടൻ്റെ വിഷയത്തിലേക്ക്. വേടൻ സ്റ്റേറ്റ് അതിൻ്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മുഴുവൻ ഏജൻസികളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മുഴുവൻ പൗരാവകാശവും ഹനിച്ച് അദ്ദേഹത്തെ ഒരു തെളിവ് ഒന്നുമില്ലാതെ ജയിലിൽ അടയ്ക്കാൻ ഇതാണ്ട് 7 വർഷത്തെ തടവൊക്കെ വരുമ്പോൾ ആ സമയത്ത്
അത് ഭരണകൂട ഭീകരതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ അത് അലിവിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് തന്നെ ഇട്ടു. ഇപ്പോൾ ദളിത് സമൂഹത്തിൽ 2 വിഷയം ഒരേപോലെ വന്നിട്ടുണ്ട്. ഒന്ന് വേടൻ്റെ ഈ വേടനെതിരെയുള്ള ഭരണകൂട ഭീകരതയും, അതേപോലെ തന്നെ മീറ്റു അദ്ദേഹത്തിന് എതിരെ വന്നിരിക്കുന്ന അദ്ദേഹം ആയിട്ടുള്ള ഈ മീറ്റു ഒരേപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീറ്റുവും ഇതും നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭരണകൂട ഭീകരതയാണ് നമ്മൾ എപ്പോഴും, അതായത് ഈ ഭരണകൂട ഭീകരത നടക്കുമ്പോൾ അതിജീവിതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് ഭരണകൂട ഭീകരതയ്ക്ക് എതിരെ സംസാരിക്കുക. വേടനെ സപ്പോർട്ട് ചെയ്യുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഭരണകൂട ഭീകരതയ്ക്കെതിരെ എല്ലാവരും, അത് ഷീബയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം എൻ്റെ ഈ ഇവിടെ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഞങ്ങളെപ്പോലെ ആംപ്ലിഫൈ ചെയ്തൊന്നും വരണ്ട, ബട്ട് നിങ്ങൾക്കൊരു മൗനമായ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകേണ്ടത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉണ്ട്. അതായത് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നമ്മൾ എല്ലാവരും സംസാരിക്കാൻ ഉണ്ടെന്ന്. ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല ഷീബയ്ക്ക്, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഭരണകൂട ഭീകരതയുടെ കൂടെ നിൽക്കുള്ളൂ, അതും ശരിയാണ്. നിങ്ങളുടെ താല്പര്യം അതാണ്, ഓക്കെ, ഞാനതൊന്നും പറയുന്നില്ല. പക്ഷെ ഞാനെന്ത് ചെയ്യണം? നിങ്ങളെ അതിലേക്ക് എത്തിക്കാനുള്ള എഴുത്തുകളും സംവാദങ്ങളും കൊണ്ടുവരണം. അല്ലാതെ അത് ഭരണകൂട ഭീകരത ഒരു നല്ല കാര്യമൊന്നുമല്ല. ഭരണകൂട ഭീകരത നടത്തുന്നവർ അതൊരിക്കലും സമ്മതിക്കത്തില്ല ഭരണകൂട ഭീകരതയാണ്. അവരവരുടെ ഏജൻസി കൊണ്ട് അല്ല എന്ന് പറയും. അവർക്ക് ഇഷ്ടംപോലെ അനുയായികളുണ്ട്. അവർ വന്നിട്ട് അത് ഇവിടെ ഭരണകൂട ഭീകരതയില്ല എന്ന് പറയും. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് നമ്മൾ ഇലക്ട് ചെയ്ത് കയറ്റിയ നമ്മുടെ തന്നെ ഭരണ സംവിധാനങ്ങൾ ഭരണകൂട ഭീകരത കാണിക്കുമ്പോൾ ആ സമയത്ത് ഈ എല്ലാ പൗരസമൂഹങ്ങളും അതിൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന എന്നുള്ളതാണ് യഥാർത്ഥ ജനാധിപത്യ മര്യാദ. ഓക്കെ, അതിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് നമുക്ക് അതിജീവിതകൾക്ക് ആ സമയത്ത് ഒരു എക്സ്ക്യൂസ് കൊടുക്കണം. തീർച്ചയായിട്ടും അവർ അവരുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവരെയും കൂടി ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക, അവരെ പനിക്കാക്കാതിരിക്കുക. അവരിതിൽ ഒരുപാട് ടെൻസ്ഡ് ആയി പോകും. കാരണം അതായത് അവർ തന്നെ അവരുടെ ഒരു ഇതിൽ വേടനെതിരെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്ന ആ സമയത്ത് വന്ന ഇതിലവർ പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ എല്ലാ തരത്തിലുള്ള ഐക്കണാക്കി മാറ്റുമ്പോൾ അല്ല, ഇങ്ങനെയും ഒരു കാര്യമുണ്ട് എന്നുകൂടി അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവരെ ഒരുപാട് തെറി കേൾക്കുന്നുണ്ട് അനാവശ്യമായിട്ട്. അങ്ങനെയല്ല, അവർക്കൊരു കാര്യം പറയേണ്ടത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് അവരാരാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അവരാരാണെന്ന് അറിയില്ല, അവരറിയാൻ ആരും ആഗ്രഹിക്കാനും പാടില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ആ സമയത്ത് അവരെ അറിയാവുന്ന ആൾക്കാരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ അവരെ അറിയാത്തത് കൊണ്ട് ഫേസ്ബുക്ക് വഴി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. നിങ്ങളെ പക്ഷെ അതൊന്നും ഇനഫ് അല്ല കേട്ടോ അവരുടെ വേദനകളിൽ. അത് മാത്രം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പരിമിതികളിൽ നിന്നുകൊണ്ട് ഒരു ചോര പോലും പൊടിയാതെ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇവരെ മീറ്റു അഡ്രസ് ചെയ്ത പെൺകുട്ടികളെ ഒരിക്കലും എതിരെയല്ല, അല്ല. പക്ഷെ അവരൊക്കെ തെറ്റിദ്ധരിച്ച് കാണുമായിരിക്കും. അതിപ്പം എനിക്കൊക്കെ എൻ്റെ മുൻകാല പല പ്രവൃത്തികളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇന്റർവ്യൂ വന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുകൊണ്ട് ഇത്തിരി പേർക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. അതെ, കാരണം ഈ പോസ്റ്റുകൾ വരുമ്പോൾ പിന്നെ അതിന്റെ താഴെ കമന്റുകൾ ഇതൊന്നും ആയിട്ട് ഒരു മാറ്റം അല്ലാത്ത കമന്റുകൾ വരുമ്പോൾ ആളുകൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിച്ചത്. അതാണ് സ്റ്റാൻഡ് പോയിന്റുകളും വ്യൂ പോയിന്റുകളും വരുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ കാഴ്ചയിൽ കാണുന്ന കാഴ്ചപ്പാടുകൾ കൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യരുത് ഒരു വിഷയത്തെയും. നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രമാണോ തന്നിരിക്കുന്നത്, അതിനപ്പുറമാണ് നിലപാടുകൾ, സ്റ്റാൻഡ് പോയിന്റുകൾ. ആ സ്റ്റാൻഡ് പോയിന്റ് നിലപാടുകൾ ഇവിടെ എടുക്കുന്നത് ഭയങ്കര ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ നിലപാടിൽ നിങ്ങൾ അവരെ വേടൻ സപ്പോർട്ടറായിട്ടാണ് കാണുന്നത്. എന്നാൽ വേടനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു പേടിയൊന്നുമില്ല. ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യും. പിന്നെന്തിനാ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ദലിത് ആക്ടിവിസം പറയുന്നത്, ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹം എനിക്ക് പിന്നെയും അത്രയും ഒരു വേടൻ എപ്പോഴും കൂട്ടങ്ങളുടെ കൂടെയാണ് നടക്കുന്നത്. കൂട്ടങ്ങളുടെ കൂടെ നടക്കുമ്പോൾ വേടൻ സേഫാണ്. വേടൻ ഒന്ന് ഒറ്റയ്ക്ക് നടത്തും, അപ്പോൾ അറിയാം വേടൻ സേഫാണോ ഇല്ലയെന്ന്. ഞാൻ സേഫാണ് ഒറ്റയ്ക്ക് നടക്കാൻ സേഫാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. രാത്രിയിലാണ് ഒറ്റയ്ക്ക് സേഫ് ചെയ്ത്. വേടൻ സേഫല്ല. അതുകൊണ്ട് ഞാൻ വേടൻ്റെ കൂടെ നിൽക്കും. ഞാൻ ആരെ ഭയക്കണം? എനിക്കൊരു ഭയവും ഇല്ല. ഭരണകൂട ഭീകരത നേരിട്ടുന്ന വേടൻ്റെ കൂടെ ധൈര്യപൂർവ്വം നിൽക്കും. അതേസമയം ഈ കൺവിൻസ് ചെയ്യേണ്ട ഇടങ്ങളിൽ ഞാൻ ആരാണ് വേടൻ്റെ തെറ്റുകൾ പെറുക്കി എണ്ണി വേടാ നീ തെറ്റുകാരനാണ്, നീ ഇവിടെ കടന്നു വരരുതെന്നൊന്നും ഞാൻ പറയില്ല.
ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട്. ജുഡീഷ്യൽ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക വേടനെ, അല്ലേ? അത് നേരിടാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയല്ല വേടൻ. ഞാൻ വേടനോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ജുഡീഷ്യൽ ഇത്തരം ഒരു വിഷയത്തിൽ ഞങ്ങളൊക്കെ വളരെ പ്രഷറാകുവാണ്. നിങ്ങൾ എന്താണ് ജുഡീഷ്യറിയെ നേരിടാൻ വേടൻ തയ്യാറാണ്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു അയാളെ തല്ലും. ഓക്കെ, ഇനി ജുഡീഷ്യൽ സംവിധാനത്തിലേക്ക് എത്തിക്കുവാൻ ഈ പറയുന്ന വ്യക്തികൾക്ക് താല്പര്യമില്ല എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, വേടൻ അതായത് ഈ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോട് നേരിട്ട് സംവദിക്കാൻ താല്പര്യമുള്ള മനുഷ്യരും വേടനോട് കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരും തമ്മിൽ ഒരു സംസാരത്തിനുള്ളൊരു സാധ്യത, അല്ലേ? വലിയ യുദ്ധങ്ങൾ സംസാരങ്ങൾ കൊണ്ട് മാറിയിട്ടുണ്ട്. വലിയ വലിയ യുദ്ധങ്ങൾ, വലിയ വലിയ ഇഷ്യൂസ് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ശിബിരങ്ങൾ ഉണ്ടാകുന്നത്, ഉച്ചകോടികൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതൊക്കെ ഇവിടെ ആധുനിക ജനാധിപത്യ സമൂഹം ഉണ്ടാക്കിയെടുത്ത മീഡിയേഷന്റെ മാർഗം. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമൊന്നുമല്ല മീഡിയേറ്റ് ചെയ്യുന്നത്. മീഡിയേഷൻ എപ്പോഴും സ്നേഹം കൊണ്ടാണ്. എന്താണ് ചെയ്യേണ്ടത്, ഇതിനെന്താണ് പ്രതിവിധി, ഇതിനൊന്നും തല പ്രവർത്തിപ്പിക്കാതെ സോഷ്യൽ ബോയ്ക്കോട്ടിങ്ങിന് ആര് വന്നാലും ഞാൻ എതിർക്കും. അത് ഞാൻ എതിർത്തുകൊണ്ട് അത് തീരുമെന്നൊന്നുമല്ല, പക്ഷെ ഞാൻ എതിർക്കും. അതൊന്നും അനുവദിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. നാളെ എന്നെ ഇതുപോലെ സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേടൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ വിനായകൻ, അതുപോലെ ഞാനിപ്പോൾ അവരുടെ പേര് പെട്ടെന്ന്, ഇവരൊന്നും വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. അവർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളൊന്നുമല്ല. അവർ ഈ പറഞ്ഞ മറ്റ് ഗിൽഡ് ട്രേഡൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, ബിസിനസ് ഒന്നും അവർ പഠിച്ചിട്ടില്ല. അവർക്കറിയാവുന്ന തൊഴിൽ അവർ അവിടെ ചെയ്തുകൊണ്ട് തന്നെ കറക്ഷൻ ചെയ്യാനുള്ളവരെ അത് കറക്റ്റ് ചെയ്യിപ്പിക്കണം. അതാണ് ഒരു ആധുനിക മനുഷ്യ സമൂഹം ചെയ്യേണ്ടത്. അല്ലാതെ വളഞ്ഞിട്ടൊക്കെ ആക്രമിക്കുന്നതൊക്കെ എന്ത് നീതിയാണ്? അതൊന്നും ഫെമിനിസത്തിനകത്തുള്ള കാര്യമൊന്നുമല്ല. അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി ഞാൻ വേടനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവർ ബ്ലോക്ക് ചെയ്യുകയോ അൺഫ്രണ്ട് ചെയ്യുകയോ എന്നെയും കൂടി കുറ്റവാളിയായിട്ട് മുദ്ര കുത്തിയാലും എനിക്കെന്ത് സംഭവിക്കാനാ? എന്നാലും ഇവിടെ സൂര്യൻ ഉദിക്കുകയും നിലാവ് പരക്കുകയും ഒക്കെ ചെയ്യും. അതൊന്നും തെറ്റായ വാദങ്ങളാണ്. അതിനൊന്നും ഞാൻ സംഭവിക്കത്തില്ല. ഇപ്പം അങ്ങനെയൊന്നും ഭയന്ന് പിന്മാറേണ്ട ഒരു കാര്യമല്ല അത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഒരു വ്യക്തിയെ അയാൾക്ക് അയാൾ കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും അധികം ദൂരെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ പിതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്നൊരു ഞടുക്കം ഉണ്ടാകുന്നില്ലേ? ആ ഞടുക്കത്തിനൊക്കെ എന്ത് ഉത്തരവാണ് പറയുന്നത്? പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നാലോ? ഈ വേടൻ്റെ ഒക്കെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവരൊരു വലിയൊരു അടിക്കകത്തു നിന്ന് അദ്ദേഹം അനുഭവിച്ചതൊന്നും ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ല, ഞങ്ങൾ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയാനൊന്നും ഇഷ്ടമില്ല. അനുഭവിച്ച ഒരു വലിയൊരു ഇതുണ്ട്. അതിൽ നിന്ന് എണീറ്റ് വന്ന ഒരു വ്യക്തിയാണ്. അതൊരു പുലിനഖ ഇട്ടു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്, അതായത് പുലി നഖ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല, ഇതാര് കൊടുത്തെന്നറിയില്ല, അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ഈ പുലിനഖ ഇട്ടുകൊണ്ട് ഇതുവഴിയെല്ലാം വേടൻ നടക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണിത്? ഇനി അത് വേറെ ഇതിലൊരു രാജ്യത്തു നിന്നാണ് കിട്ടിയെങ്കിൽ അതും കൊണ്ട് ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ എയർപോർട്ടിലോ കസ്റ്റംസിൽ കസ്റ്റംസ് ഉദ്യോഗത്തിലൊന്നും പിടിച്ചില്ല? ഇതൊന്നും ചോദിക്കാതെ വേടൻ മാത്രം 7 വർഷം അകത്തോട്ട് പോകുമെന്ന് പറയുമ്പം ഈ മീറ്റു എടുത്തുകൊണ്ട് തന്നെ എന്നെ പേടിപ്പിക്കാനെന്ന് നോക്കിയാൽ ഞാൻ ഇതൊക്കെ നേരത്തെ ഈ മീറ്റു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒന്നും ഞാൻ പേടിക്കത്തൊന്നുമില്ല. ഞാൻ വേടന് വേണ്ടി സംസാരിക്കും. ഞാൻ വേടന് വേണ്ടി ശരിക്കും സംസാരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു രേഖ അവരൊക്കെ വേണ്ടി സംസാരിക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരു മീറ്റു ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടി ഞാനൊക്കെ സംസാരിച്ച് എന്തെല്ലാം ഇപ്പോഴും പലരെ അത് കമ്മിങ് ഔട്ട് ചെയ്യാൻ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്കെതിരെ ഒത്തിരി പരാതികൾ പല രീതിയിൽ വരുന്നുണ്ട്. 2 വർഷം മുൻപ് വന്നിട്ടുണ്ട്, പാഠഭേദവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്, അല്ലേ? ആ സമയത്തൊക്കെ ഞാൻ മിണ്ടാതിരിക്കുന്നു. അതൊരു കോടതിയിലോട്ട് പോയ കേസായതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞത് ഞാൻ കേട്ടത് മുഴുവൻ ശരിയാണെന്നൊന്നും അതിനൊരു അർത്ഥമൊന്നുമില്ല. ഇപ്പം എനിക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പതിയെ ഞാൻ എഴുതി തുടങ്ങുന്നുണ്ട്, പറയും.